മൂന്നാം ക്ലാസ്സിലെ EVS പരിസര പഠനം പാഠപുസ്തകത്തിൽ നിന്നും നമ്മളെ വാർഷിക പരീക്ഷയിലേക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രവർത്തനം 1 അടയാളങ്ങളാണ് അല്ലേ. താഴെ കൊടുത്ത ചിത്രങ്ങളിലെ ചില ജന്തുക്കളും സസ്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തിലെ ഔദ്യോഗിക അടയാളങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ജീവികളെ തന്നിരിക്കുന്ന സൂചനകളുമായിട്ട് ബന്ധപ്പെടുത്തി യോജിച്ച കളത്തിൽ നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന മൃഗം ഏതാണ് അല്ലേ? ചിത്രം തന്നിട്ടുണ്ട്, അവിടെ ഞാൻ നമ്പർ കൊടുത്തു. നമ്മുടെ സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണ്. അപ്പോൾ ആനയുടെ നമ്പർ 5ആണ്. അപ്പോൾ 5 ആ കോളത്തിൽ എഴുതി. അതുപോലെ നമ്മുടെ സംസ്ഥാന വൃക്ഷം ഏതാണ്? തെങ്ങാണ്. തെങ്ങ് 2ാം നമ്പറാണ്. അപ്പോൾ 2 നമ്പർ കൊടുത്തു. നമ്മുടെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴകി വേഴാമ്പലാണ് അല്ലേ. 6ാമത്തെ ചിത്രമാണ്. അപ്പോൾ 6 എന്ന നമ്പർ കൊടുത്തു. നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ് അല്ലേ. അപ്പോൾ കരിമീൻ്റെ നമ്പർ 4ആണ്. അപ്പോൾ അത് കൊടുത്തു. ഈ ചോദ്യം എന്തായാലും ഉണ്ടാവും കേട്ടോ. അടുത്ത് നോക്കാം. അടുത്തത് എന്താണ്? നിങ്ങൾക്ക് ചിത്രശലഭത്തിൻ്റെ വളർച്ചാഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ ചിത്രമാണിത് അല്ലേ. ഇത് പുഴുവിൽ നിന്നാണ് അല്ലേ. ഇതിൻ്റെ ആ ഘട്ടങ്ങൾ എഴുതാനാണ് നിങ്ങളോട് ചോദിക്കുക. ഇതെന്തായാലും വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുട്ട പിന്നെ പുഴുവായി പിന്നെ പ്യൂപ്പയായി അങ്ങനെയാണ് ശലഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബട്ടർഫ്ലൈൻ്റെയും പൂമ്പാറ്റയുടെയും മുട്ടേൻ്റെ പുഴുവിൻ്റെ ഒക്കെ ചിത്രം ഡിഫറെൻ്റ് ആക്കി വേറെ തന്നിട്ട് അതിൻ്റെ ആ സർക്കിൾ വരക്കാൻ നിങ്ങളോട് പറയും. എന്നിട്ട് അത് എഴുതാൻ പറയും. അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക. അപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കുക. ആദ്യം മുട്ട, പിന്നെ പുഴു, പ്യൂപ്പ, ശലഭം. അടുത്ത ചോദ്യം, പ്രവർത്തനം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. വളവും തിരിവുമുള്ള റോഡിലൂടെ ബസ് വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനു പെട്ടെന്ന് സീറ്റിൽ നിന്നും തെറിച്ചു വീണത്. ബസ്സിനകത്ത് നന്നായി പിടിച്ചിരിക്കണം, കണ്ടക്ടർ പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സീറ്റിൽ നന്നായിട്ട് പിടിച്ചിരിക്കുക, സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ ധരിക്കുക, കൈയും തലയും പുറത്തേക്കിടരുത്, പുറത്തേക്ക് തുപ്പരുത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി വരും. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനായിട്ട് റോഡിൽ വരച്ചിട്ടുള്ള അടയാളത്തിൻ്റെ പേരെന്ത് എന്ന്. എന്താണ്? സീബ്ര ലൈൻ ആണ് കേട്ടോ, സീബ്ര ലൈൻ. അടുത്തൊരു ചോദ്യമാണ്, പ്രവർത്തനം രാവും പകലും. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ദീപുവിന് അമേരിക്കയിൽ നിന്നും അമ്മാവൻ്റെ ഫോണ് വന്നത്. അവിടെ ഇപ്പോൾ രാത്രിയാണെന്ന് കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് സംശയമായി. അമ്മൂമ്മയുടെ സംശയം മാറ്റാൻ ദീപു എന്തൊക്കെ കാര്യങ്ങളാവും പറഞ്ഞിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെ പല സ്ഥലങ്ങളിലായാണ് ഒരു നേരത്ത് ലഭിക്കുക. ഇത്തരത്തിൽ സൂര്യൻ്റെ പ്രകാശം ലഭിക്കുന്ന ഭൂമിയുടെ ഭാഗങ്ങളിൽ പകലും ലഭിക്കാത്ത അതിൻ്റെ മറുഭാഗങ്ങളിൽ രാത്രിയുമായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ പകലാണെങ്കിൽ അതിനു നേരെ മറുഭാഗമുള്ള അമേരിക്കയിൽ രാത്രിയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കും, ദീപു പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണങ്ങൾ തയ്യാറാക്കാൻ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി അല്ലേ. പരീക്ഷണ സാമഗ്രികൾ എഴുതുക, ഗ്ലോബ്, എമർജൻസി ലാബ്. ഈ പരീക്ഷണ രീതി എങ്ങനെയാണ് നമ്മൾ പരീക്ഷണ രീതി കണ്ടത്? വാതിലും ജനലുകളും അടച്ച ശേഷം മേശപ്പുറത്ത് ഗ്ലോബ് വെച്ച് ഒരു എമർജൻസി ലാബ് കത്തിച്ച് വെക്കുക. ഇനി ഗ്ലോബ് പതിയെ കറക്കിക്കൊണ്ടിരിക്കുക. എമർജൻസി ലാബിൻ്റെ വെളിച്ചം പതിക്കുന്ന ഗ്ലോബിൻ്റെ ഭാഗത്ത് വെളിച്ചവും അതിന് എതിർവശത്ത് ഇരുട്ടുമായി നമുക്ക് കാണാം. അതായത് ഒരു ഭാഗത്ത് പകലാണെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് രാത്രി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ വീഡിയോയിലൊക്കെ ചെയ്തതാണ്. ഇതിൻ്റെ പരീക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്കായിട്ട് നമ്മളെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അടുത്തത്, വസ്ത്രങ്ങൾ വേണം. പക്ഷികളുടെ വസ്ത്രങ്ങളാണ് അവയുടെ തൂവലുകൾ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്ന് എഴുതുക. എന്താണ്? ശരിയാണ് അല്ലേ. പക്ഷികൾക്ക് അവയുടെ തൂവൽ പലതരത്തിൽ സംരക്ഷണം നൽകുന്നുണ്ട്. അമിതമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ സംരക്ഷണം നൽകുന്നത് അവരെ ആവരണം ചെയ്തിരിക്കുന്ന ഈ തൂവലുകളാണ്. അടുത്തൊരു ചോദ്യം വരാം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പൂമ്പാറ്റയാണ് വിലാസിനി. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പൂമ്പാറ്റകളുടെ പേരറിയാം? എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഏതൊക്കെ എഴുതാം നമുക്ക്? അരളിശലഭം, ഗരുഡശലഭം, മഞ്ഞപ്പാപ്പാത്തി, നീലക്കടുവ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും ഈ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.